റിയൽമിയുടെ Realme C55 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. വിലയെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളും ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Realme C55 എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Realme C55ൽ 6.72 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. പിന്നെ ഇതിൽ LCD പാനലായിരിക്കും വരിക. AMOLED ഡിസ്പ്ലേ ഒന്നും വരാൻ ചാൻസ് ഇല്ല. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 150 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരും. പിന്നെ പഞ്ചോൾ ഡിസൈൻ ആയിരിക്കും ഈ ഫോണിൽ വരിക. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. ഏകദേശം 91.4% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഒക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പീക്ക് ബ്രൈറ്റ്നസ് വരിക 680 നിറ്റ്സ് ആയിരിക്കും. അപ്പം അത്യാവശ്യം തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരാൻ ചാൻസ് ഉണ്ട്. വില 10,000-11,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് വരാനാണ് സാധ്യത. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വലിയ തിരക്കേടില്ല എന്ന് പറയാം. പിന്നെ മിനി ക്യാപ്സ്യൂൾ എന്നുള്ള പുതിയൊരു ഫീച്ചർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഇപ്പം iPhone 14 Pro സീരീസിലൊക്കെ ഡൈനാമിക് ഐലൻഡ് എന്നുള്ള ഫീച്ചർ വന്നിട്ടുണ്ട്. അതുപോലുള്ള ഒരു ഫീച്ചറാണ് ഈ ഒരു മിനി ക്യാപ്സ്യൂൾ എന്നുള്ള ഫീച്ചർ. പിന്നെ iPhone 14 Pro സീരീസിലേതുപോലെ വലിയ നോച്ചൊന്നും ഇതിൽ വരില്ല. സിംഗിൾ പഞ്ചോൾ ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. പക്ഷേ അതുപോലുള്ള ഫീച്ചേഴ്സൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഫോണിൻ്റെ വെയിറ്റ് വരിക ഏകദേശം 189 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 7.89 mm ആയിരിക്കും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ mediatekൻ്റെ helio G88 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഇപ്പം ഈ ഫോണിൻ്റെ വില ഒരു 10,000-11,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സർ വലിയ തിരക്കേടില്ല എന്ന് പറയാം. അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൽ 5G സപ്പോർട്ട് ഇല്ല. മാക്സിമം 4G സപ്പോർട്ടേ വരുന്നുള്ളൂ. 10,000-11,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ അതൊക്കെയാണ്. പിന്നെ ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 4GB റാമും 64GB ഇൻറ്റേർണലും ആയിരിക്കും വരിക എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ 4GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും 8GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വന്നേക്കാം. ഡൈനാമിക് റാം എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നതായിരിക്കും. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 8GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ LPDDR4Xൻ്റെ റാമും eMMC 5.1 സ്റ്റോറേജ് ടൈപ്പ് ആയിരിക്കും ഈ ഫോണിൽ വരിക. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ ഡയറക്റ്റ് ഓഡിയോ ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. സിംഗിൾ സ്പീക്കർ ആയിരിക്കും ഈ ഫോണിൽ വരിക. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നതായിരിക്കും. Android 13 ബേസ് ആയിട്ടുള്ള Realme സോഫ്റ്റ്വെയർ ഈ ഫോണിൽ വരും. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. 64 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറും വരുന്നതായിരിക്കും. ഫ്രണ്ടിൽ 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. പിന്നെ ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററി ഈ ഫോണിൽ വരുന്നതായിരിക്കും. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യും. പിന്നെ 10,000-11,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയായിരിക്കും. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഈ ഫോണിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ മുമ്പ് ഇന്തോനേഷ്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്തോനേഷ്യയിൽ ഏകദേശം 13,300 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ ചിലപ്പം ഈ ഫോണിൻ്റെ വില ഒരു 11,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് എത്തിയേക്കാം. വില 10,000 രൂപയ്ക്ക് മുകളിലായിരിക്കുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. അല്ലാതെ കറക്റ്റ് വിലയെ പറ്റിയിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും പുറത്ത് വന്നിട്ടില്ല. 11,000 രൂപയ്ക്ക് താഴേക്കാണെന്നുണ്ടെങ്കിൽ ഫീച്ചേഴ്സ് വലിയ തിരക്കേടില്ല എന്ന് പറയാം. പിന്നെ ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മാർച്ച് 21-നാണ് ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. എന്തായാലും റിയൽമിയുടെ Realme C55 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മിനി ക്യാപ്സ്യൂൾ എന്നുള്ള ഫീച്ചറൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. എന്തായാലും Realme C55 എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.